സൂപ്പർ പ്രൈം ചർച്ച തുടരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ മെഡിക്കൽ കോഴ അഴിമതിയിൽ മാത്രമായത് നിൽക്കാൻ പോകുന്നില്ല. ഇന്നിപ്പോൾ മാതൃഭൂമി തന്നെ ഏതാണ്ടൊരു ഉൾപേജ് നീക്കി വെച്ചിരിക്കുകയായിരുന്നു BJPയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവിധ കോഴ ഇടപാടുകളെപ്പറ്റി. അതിലിപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരു പ്രമുഖ നേതാവിനെ ഗവർണറാക്കുന്നതിന് വേണ്ടി കോഴ വാങ്ങിയെന്ന് മനോജ് കണ്ടു. വെള്ളാപ്പള്ളിയിൽ നിന്ന് പണം ഈ കാര്യത്തിൽ വാങ്ങി, നടക്കില്ല എന്ന് കണ്ടപ്പോൾ തിരികെ കൊടുത്തു. ഒരു വിവാദ വ്യവസായി കേന്ദ്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് എത്തിക്കാം എന്ന് പറഞ്ഞ് കോഴ വാങ്ങി, ബിജു രമേശ്. അതിൻ്റെ പേരിൽ പണം വാങ്ങി. അങ്ങനെ തുടങ്ങുന്ന നിരവധി കഥകളാണ് വരുന്നത്. അതുകൊണ്ടാണ് ശ്രീ KK സുരേന്ദ്രൻ തുടങ്ങിയ ഘട്ടത്തിൽ പറഞ്ഞത് ഇത് കുടം തുറന്ന് പുറത്തു വന്ന ഭൂതമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഏതൊക്കെ രൂപത്തിൽ ഇത് അവസാനിപ്പിക്കാൻ നോക്കിയാലും ഇത് അവസാനിപ്പിക്കാൻ കേരള BJP സമ്മതിക്കില്ല. അല്ല, അത് കേരള BJPയിലെ ഈ തമ്മിൽ പോരുകൊണ്ടുണ്ടാകുന്നതാണ്. പക്ഷേ നമ്മളിത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമേ അല്ല. ഇത് മാത്രമല്ല, സ്റ്റാർ ഹോട്ടലുകൾക്ക് സ്റ്റാർ ഫെസിലിറ്റി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആരോപണങ്ങൾ വരുന്നു. എവിടെ തൊട്ടാലും പൈസ എന്നൊരു ന്യായം പറയുകയും ഞങ്ങൾ കഴിഞ്ഞ 2014 ശേഷം ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം അഴിമതിരഹിത ഭരണമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ തുറന്നുവിട്ട ഭൂതത്തെ കേരളത്തിലെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമാണ് തുറന്നുവിട്ടതെങ്കിൽ അത് ഇവിടെ തന്നെ അടച്ചു വയ്ക്കാൻ ഉള്ള ശ്രമമാണ് വിനോദിനെ പോലുള്ളവരെ പുറത്താക്കിക്കൊണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം BJPയിലെ നേതാക്കളെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഈ സംസ്ഥാന ഘടകത്തിലുള്ള ചേരിപ്പോര് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. ആ ചേരിപ്പോര് സാമ്പത്തിക വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ സങ്കീർണമാകുന്നു. അതിനപ്പുറം അത് ഹവാല പണത്തിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ സങ്കീർണമാകുന്നു. ഇവിടെ ഇതൊക്കെ പറയുമ്പോഴും ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് കുമ്മനം ഇത്രയും ദിവസം ഇത്തരത്തിൽ ഹവാല ഇടപാട് നടത്തിയ ഒരാളെ സംബന്ധിച്ച് ഇന്നലെ വരെ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പുറത്തുവിടുന്നത് വരെ നടപടി വരുന്നതുവരെ ഇനിയിപ്പോൾ നാളെ വേറെ റിപ്പോർട്ടാണോ വരുന്നത് നമുക്കറിയില്ല. നാളത്തെ കമ്മിറ്റിയിൽ വരുമ്പോൾ ഇതെല്ലാം മാറിയിട്ട് മറ്റൊരു രണ്ടു ഒപ്പിട്ട് പുതിയൊരു റിപ്പോർട്ട് വെച്ചോന്നും നമുക്കറിയാൻ വഴിയില്ല. പക്ഷേ ഇത് കേരളീയ സമൂഹത്തിന്, ഇന്ത്യയിലെ ജനങ്ങൾക്ക്, പാർലമെന്റിൽ ഉൾപ്പെടെ ഇപ്പോൾ ബോധ്യമായി കഴിഞ്ഞു ഇത്തരത്തിൽ വലിയൊരു അഴിമതി നടന്നിരിക്കുന്നു. ഈ അഴിമതി നമുക്ക് തെളിവുകൾ സഹിതം ഇതിപ്പോൾ ഇത്രയെങ്കിലും അവർ സമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് നമ്മളാരും ഉണ്ടാക്കിയ റിപ്പോർട്ട് അല്ലാത്തതുകൊണ്ടാണ്. ഇത് മറ്റാരെങ്കിലും കൊണ്ടുവന്ന റിപ്പോർട്ടായിരുന്നെങ്കിൽ ഒരു അല്ല അങ്ങൊന്ന് നിർത്തിയട്ടെ, ഞാൻ സംസാരിച്ച് തീരട്ടെ. അപ്പോൾ സമ്മതിക്കുന്നു ഈ റിപ്പോർട്ട് ഞാൻ അവതരിപ്പിക്കുന്ന റിപ്പോർട്ട് മനസാക്ഷി കുത്തുകൊണ്ട് പുറത്ത് പറയുകയാണ്. അല്ല, അതല്ലെങ്കിൽ നിങ്ങൾ പറ. ഇല്ലെങ്കിൽ നിങ്ങളല്ലോ പറയേണ്ടത്. ശ്രീ കുമ്മനം രാജശേഖരൻ ഇന്നലെ പ്രസ് റിലീസ് കൊടുത്തല്ലോ. അദ്ദേഹം എന്താ പറയാത്തത് ഇത് വ്യാജ റിപ്പോർട്ടാണെന്ന്? ആണെങ്കിൽ അപ്പോഴേ പറയാമല്ലോ. എൻ്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ടുമായി ഒത്തു നോക്കിയിട്ട് ഈ ചാനലുകൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുമായി ഒത്തു നോക്കിയിട്ട് ഇത് അല്ലെങ്കിൽ അല്ല, ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ ഒന്ന് സമാധാനപ്പെടൂ. അങ്ങനെ അസ്വസ്ഥനാകാതിരിക്കും. ഈ വിഷയത്തെ സംബന്ധിച്ച് കുമ്മനം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാനൊന്ന് പറയട്ടെ. ശ്രീ KK സുരേന്ദ്രൻ ഇങ്ങനെ അസ്വസ്ഥനാകാതിരിക്കും. കുമ്മനം വെക്കും. അല്ലാതെ നിങ്ങൾ വായിക്കുന്ന റിപ്പോർട്ടല്ല ഇത്. കോൺഗ്രസ് പാർട്ടി അല്ല ഇത്. ശ്രീ സുരേന്ദ്രൻ, കോൺഗ്രസ് പാർട്ടിയും അതിനെ ചരിത്രത്തെക്കുറിച്ചൊന്നും അങ്ങനെ പഠിപ്പിക്കണ്ട. ഇവിടെ കോടിക്കണക്കിന് രൂപ അഴിമതി മേടിച്ചിട്ട് ഒരു ഒളിപ്പില്ലാതെ ചാനൽ വന്നതെന്ന് പറയാം ഞങ്ങളുടെ പാർട്ടി കൈക്കൂലി മേടിക്കും, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ പ്രസിഡന്റ് കൈക്കൂലി മേടിക്കുന്നൊക്കെ പറഞ്ഞാൽ ഉളുപ്പ് വേണം മനുഷ്യന്. നിങ്ങളെയൊക്കെ ഉള്ളവരെ BJPയുടെ പ്രതിനിധികളായിട്ട് അയക്കുന്നവരാണ് പറയാൻ. ഇവിടെ ഈ ചർച്ചയെ സംബന്ധിച്ച് ഞാൻ ഒന്നേ പറയാൻ ആഗ്രഹിച്ചുള്ളൂ. ഈ റിപ്പോർട്ട് തെറ്റായിരുന്നെങ്കിൽ അങ്ങയുടെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ഈ റിപ്പോർട്ട് തെറ്റായിരുന്നെങ്കിൽ ഇന്നലെ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറയണം എന്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് ഇതല്ല എന്ന്. അല്ലാത്തടത്തോളം കാലം ഈ റിപ്പോർട്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ആൾ പോലും, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ നസീർ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു ഇത് യഥാർത്ഥ റിപ്പോർട്ടാണ്. നസീർ ചാനലിൽ പറഞ്ഞു. നിങ്ങൾ ചാനൽ കാണുന്നില്ലേ? നിങ്ങൾ വാർത്ത കാണുന്നില്ലേ? നസീർ ചാനലിൽ വന്നിരുന്ന് ലൈവായി പറഞ്ഞിരിക്കുന്നു എന്റെ റിപ്പോർട്ടാണെന്ന്. ഏതെല്ലാം ചാനൽ പറഞ്ഞു? എത്രയോ ചാനലുകൾ പറഞ്ഞിരിക്കുന്നു. ഈ മാതൃഭൂമി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മാതൃഭൂമിയിലെ വിഷയം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഈ റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ ചില കാര്യങ്ങളില്ല എന്ന് തന്നെ പറഞ്ഞത്. ചുമ്മാതിരി ശ്രീ സുരേന്ദ്രൻ. ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇതിന്റെ ആധികാരികത തയ്യാറാക്കിയ ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പേജുകളുടെ ആധികാരികതയിലേക്ക് മാത്രമായി ചുരുങ്ങണ്ട. PM മനോജ്, ഒരു നിമിഷം. ശ്രീ സുരേന്ദ്രൻ ഒരു നിമിഷം. ശ്രീ PM മനോജ്, ടെക്നോ പാർക്കിൽ ഇന്നിപ്പോ കോടിയേരി പറയുകയുണ്ടായി. ടെക്നോ പാർക്കിൽ തേജസ്വിനി കെട്ടിടത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് 88 ലക്ഷത്തിന്റെ അഴിമതി ആരോപണമാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ നികുതി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റാൻഡിംഗ് സമിതിയുടെ സ്ഥാനം കിട്ടിയ ഒറ്റ കാര്യം വെച്ചുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഒറ്റ കാര്യം വെച്ചുകൊണ്ട് അതെടുത്തു. മലപ്പുറത്ത് നിന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട്.
ബാങ്കിലെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്താന്ന് പറഞ്ഞ് 10 ലക്ഷം വാങ്ങി. പാലക്കാട് നിന്ന് വേറെ തിരിച്ചു കൊടുത്തു കേട്ടോ, തിരിച്ചു കൊടുത്തു. അതുപോലെ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിലേക്കാണ് കാശ് വന്നത്. 19 മണ്ഡലങ്ങളിലും ഈ മാവേലിക്കര ഒഴികെ 19 മണ്ഡലങ്ങളിലും ഈ പാർട്ടിക്കകത്ത് പോലും കണക്ക് കൊടുത്തിട്ടില്ല. അതായത് പണം വരിക, അത് വാരി കൊണ്ടുപോവുക. അധികാരത്തിന് 4 അയലത്തെത്തിയാൽ, അതായത് കേരളത്തിൽ അധികാരത്തിലില്ല, എണ്ണം പറഞ്ഞ പഞ്ചായത്തുകളിൽ മാത്രമാണുള്ളത്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ അധികാരം വെച്ച് ആ അധികാരം ചൂണ്ടിക്കാണിച്ച് ഇവിടെ വിലപേശി പൈസ വാങ്ങുന്ന ഏജന്റുമാരായി ഇവിടുത്തെ BJP നേതാക്കൾ അധപ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു അധാർമിക പ്രവർത്തകനെ മാത്രം പിടിച്ച് പുറത്താക്കിയിട്ട് ഞങ്ങളൊക്കെ മാന്യന്മാരാണെന്ന് പറയുന്നത്. ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത ശ്രീ വിനോദ്, അദ്ദേഹം കൃത്യമായ ഏജന്റാണ്. അതുപോലെ തന്നെ ബിസിനസ് ആണെന്നാണ് സതീഷ് നായർ പറഞ്ഞത്. സതീഷ് നായരും കുമ്മനവും തമ്മിലുള്ള ബന്ധം സുരേന്ദ്രൻ അറിയില്ലെങ്കിൽ നാട്ടുകാർക്കറിയാം. അതുപോലെ തന്നെ കുമ്മനം രാജശേഖരനും ഈ ഷാജിയുടെ ഇടനിലക്കാരനായി ലോധ കമ്മീഷനെ കാണാൻ പോയ രാജേഷ് ശിവരാമനും അതുപോലെ റിച്ചാർഡ് ഹെയുടെ PA കണ്ണദാസനും BJP-കാരാണെന്ന് സുരേന്ദ്രൻ അറിയില്ലായിരിക്കും. സതീഷ് നായർ കുമ്മനം രാജശേഖരന്റെ മമ്മാമന്റെ മകനായിട്ടാണ്. അല്ലല്ല, അത് നിങ്ങൾ എന്താ കാണുന്നെന്ന് അറിയില്ല. അവര് തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കാണല്ലോ കൃത്യമായിട്ട് അറിയുക. ആ കൂടുതൽ അത്തരം ബന്ധം, രഹസ്യമായ ബന്ധമൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ പരസ്യമായിട്ടുള്ള പരസ്യമായിട്ട് അവർ തമ്മിൽ ബന്ധമുണ്ട്. ആ ബന്ധം കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പണം വാങ്ങിയതും പണം കൊടുത്തതും ആ പണം വാങ്ങി ഇതൊക്കെ ഈ അംഗീകാരം നേടിക്കൊടുത്തത് നാട്ടുകാർക്കൊക്കെ അറിയാം. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ നോൺ സ്റ്റോപ്പ് പ്രസംഗം നടത്തിയത് കൊണ്ട് ഈ കള്ളത്തരമോ ഈ അഴിമതിയോ ഈ കുറ്റകൃത്യമോ ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ നഗ്നതയിലാണ് നിൽക്കുന്നത്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ സ്വീകരിക്കില്ല. നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ ആർക്കെതിരെ സ്വീകരിക്കും? നിങ്ങൾ ആർക്കെതിരെ നടപടി സ്വീകരിക്കും? ഓരോരുത്തരും MD രമേശ്, കുമ്മനം രാജശേഖരൻ, അതുപോലെ അഴിമതി നടത്തി അദ്ദേഹത്തെ പുറത്താക്കി. നിങ്ങൾ ഒരു നേതാവിനെ പുറത്താക്കിയായിട്ട് ചൂണ്ടിക്കാണിക്കൂ. ഞാൻ ചൂണ്ടിക്കാണിച്ച അവസ്ഥയിലാണ് നിങ്ങളുടെ മറുപടി. അതായത് മറുചോദ്യങ്ങൾ ഉന്നയിച്ച് ഞങ്ങൾ കള്ളന്മാരാണ് നിങ്ങളും കള്ളന്മാരല്ലേ എന്ന് ചോദിക്കുന്ന ഈ സമ്പ്രദായത്തിൽ ഒരുപാട് കാലം പഴക്കമുണ്ട് സുരേന്ദ്രൻ. ഇതൊന്നും കൊണ്ട് നിങ്ങളുടെ അഴിമതിയും നിങ്ങൾ ഈ ചക്കക്കൂട്ടാൻ, അതായത് ഗ്രഹണി പിടിച്ച കുട്ടി ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ ഈ പണത്തിന് പിന്നാലെ ഓടുന്ന BJP-കാരുടെ ഈ ദുർമുഖം ഉണ്ടല്ലോ, അത് മറച്ചു വെക്കാൻ ഈ നോൺ സ്റ്റോപ്പ് പ്രസംഗത്തിന് കഴിയില്ല. ശ്രീ കെ കെ സുരേന്ദ്രൻ, ശരി, ശ്രീ കെ കെ സുരേന്ദ്രൻ, ഒരു നിമിഷം ഒന്ന് സഹകരിക്കും. മനോജ്, ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ബുദ്ധദേവ് ഭട്ടാചാര്യ, സരോജ് മുഖർജി, അതുപോലെ ഒരുപാട് പേരുണ്ട്. പറഞ്ഞോളൂ. അത് നമ്മുടെ രാജ്യത്തുള്ളതാണ്, അത് അംഗീകരിക്കണം. എല്ലാ പാർട്ടികളിലും നമ്മുടെ രാജ്യത്ത് ഈ അഴിമതി കടന്നുകൂടുന്നുണ്ട്. മൂല്യച്യൂതി രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകുന്നുണ്ട്. ആ മൂല്യച്യൂതി എല്ലാ പാർട്ടികളിലും ഉണ്ട്. ഞങ്ങളുടെ പാർട്ടിയിലും ഒരു വിനോദ അത്തരത്തിൽ ഉണ്ടായി. അദ്ദേഹത്തെ ഞങ്ങൾ പുറത്താക്കി. ശ്രീ കെ കെ സുരേന്ദ്രൻ, എന്തായാലും വിനോദിനെ പുറത്താക്കി. ഇനിയിപ്പോൾ നേതൃയോഗം ചേർന്ന് യഥാർത്ഥത്തിലുള്ള പാർട്ടി റിപ്പോർട്ടിന്മേൽ നിങ്ങൾ എന്ത് നടപടിയാണ് ആലോചിക്കുന്നത്? എന്തിനാണ് സംസ്ഥാന കമ്മിറ്റി യോഗം മാറ്റിവെച്ചത്? എന്തിനാണ് സംസ്ഥാന കമ്മിറ്റി യോഗം മാറ്റിവെച്ചത്? സംസ്ഥാന കമ്മിറ്റി ചേർന്ന് തീരുമാനിക്കും. അത് മാറ്റിവെച്ചില്ലേ? കുമ്മനത്തിന് അനാരോഗ്യം, അത് ഞങ്ങളുടെ നേതൃയോഗത്തിൽ തീരുമാനിക്കും. അപ്പൊ നേതൃയോഗം നടത്താൻ തീരുമാനിക്കും. അനാരോഗ്യം എന്താണ്? എന്തൊക്കെ നടപടിയാണ് സ്വീകരിക്കേണ്ടത്? അല്ല, ഇത് പറഞ്ഞു പോകുമ്പോൾ ശ്രീ മനോജിനെതിരായിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങളുടെ വിഭാഗത്തിനെതിരായിട്ടും. അതായത് ഈ ഞാൻ മുമ്പേ പറഞ്ഞ ഈ വിനോദ് പറഞ്ഞ അഴിമതികളല്ല, SR മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ആ അഴിമതി ആരോപണം സംബന്ധിച്ച് പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതി തന്നെ തെളിയിച്ചിട്ടുണ്ട്. അതുപോട്ടെ, SR മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് കേരളത്തിലെ പിന്നെ യൂണിവേഴ്സിറ്റി, ഞാൻ മുമ്പേ പറഞ്ഞ ഫോം 2-ലെ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ സർക്കാർ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റോ കൊടുത്തിട്ടില്ല. ഓക്കെ, കൊടുക്കാതിരുന്നതിന് ശേഷവും ഈ ലോധ കമ്മീഷൻ കൊടുത്തതിൻ്റെ പേരിൽ സർക്കാർ ഒരു ഘട്ടത്തിൽ, സർക്കാരോ യൂണിവേഴ്സിറ്റിയോ ഒരു ഘട്ടത്തിലും ഒരു ഇൻസ്പെക്ഷനും നടത്താതെയാണ് SR മെഡിക്കൽ കോളേജിന് അഫിലിയേഷൻ കൊടുത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ അനുമതിയോടുകൂടി 50-50 കൊടുത്തിരിക്കുന്നത്. ഒരു ഘട്ടത്തിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻസ്പെക്ഷൻ നടന്നിട്ടില്ല. ഒരു ഘട്ടത്തിലും സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻസ്പെക്ഷൻ നടന്നിട്ടില്ല. നടക്കേണ്ടതാണ്. അത് നടക്കാത്തത് എന്താണെന്നതിനെ സംബന്ധിച്ചും ഇപ്പൊ ആശങ്ക ഉളവാക്കുന്ന കാര്യങ്ങളാണ്. അല്ല, കിട്ടി. കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ നടത്തിയിട്ടുണ്ട്. 16-17 വർഷം. അത് മനസ്സിലാക്കണം. 16-17 വർഷം. 2010 മുതൽ ഇത് നടക്കുമായിരുന്നു എന്നുള്ളത് സത്യമാണ്. തീർച്ചയായിട്ടും 2016-17 സാമ്പത്തിക വർഷം ഞാൻ പറയാം. 2016-17 സാമ്പത്തിക വർഷം, അധ്യയന വർഷം ലോധ കമ്മീഷൻ വഴി കഴിഞ്ഞ വർഷമാണ് കിട്ടിയത്.
ഈ കോളേജിന് അതിനു മുമ്പ് എത്ര മെഡിക്കൽ കോളേജിന് കേരളത്തിൽ അംഗീകാരം ഞാൻ പറഞ്ഞോട്ടെ അല്ലല്ല അതിനു മുമ്പ് 2016-17 അഫിലിയേഷൻ കിട്ടി, അവിടെ ഫസ്റ്റ് ഇയർ കുട്ടികൾ പഠിക്കുന്നു, അവരിപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് കിടക്കുകയാണ്. പക്ഷേ ഈ വർഷം ഫസ്റ്റ് ഇയറിലേക്കും അടുത്ത വർഷം ഒന്നും അഡ്മിഷൻ എടുക്കാൻ തീരുമാനമായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷം ആ അഡ്മിഷൻ നടക്കുമ്പോൾ ലോധ കമ്മീഷൻ പറഞ്ഞിട്ടാണെങ്കിൽ പോലും കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഹെൽത്ത് യൂണിവേഴ്സിറ്റിയും അനധികൃതമായി ഒരു ഇൻസ്പെക്ഷൻ നടത്താതെ ഈ കോളേജിന് അഫിലിയേഷൻ കൊടുത്തു എന്നത് വളരെ ദുരൂഹമായ ഒരു സംഭവം. ശരി. ശ്രീ കെ സുരേന്ദ്രൻ, എന്തായാലും ഈ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് അഴിമതിയുണ്ട്, അത് കേന്ദ്ര സർക്കാരിന്റെയും ബോധ്യമാണ്. അതുകൊണ്ടാണ് ഈ ലോധ കമ്മീഷൻ. പിന്നെ അത് ലോധ കമ്മീഷൻ അതിനേക്കാൾ വലിയ കുഴപ്പമായി. അതെ, അത് പിരിച്ചുവിട്ടപ്പോൾ 5 അംഗ കമ്മിറ്റി അതിനകത്തൊന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു കാര്യം കൂടെ വളരെ വിശാലമായി ചർച്ച പറയേണ്ട, വളരെ ബ്രീഫായി പറയേണ്ട ഒരു വിഷയമുണ്ട്. ഈ ലോധ കമ്മീഷനിൽ ഈ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് ആരുമില്ലായിരുന്നുള്ള കാര്യം പോട്ടെ. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് അനുമതി മേടിച്ച 5 അംഗ കമ്മിറ്റിയുണ്ട്. ഇവർ 5 പേര് ഡോക്ടേഴ്സാണ്. പക്ഷേ ഇവരാരും ഇത്തരത്തിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ ആയി ബന്ധപ്പെട്ടവരല്ല. AIMSലെ പിന്നീട് ഞാൻ PM മനോജിലേക്ക് എത്താം. ശ്രീ സുരേന്ദ്രൻ, അപ്പോൾ ഈ രംഗത്ത് അഴിമതി ഉണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു പാർട്ടി പുറത്താക്കുന്നത് വഴി പരിഹരിക്കാൻ കഴിയുന്നതുമല്ല. ഇത് രണ്ടും നിങ്ങളുടെ ബോധ്യമാണ്. അതായത് ഇവിടെ അഴിമതി ഉണ്ട് എന്നതുകൊണ്ടാണ് നിങ്ങൾ അതിന്റെ മേലൊരു കമ്മീഷനെ വെക്കുന്നത്. ഒരു നിമിഷം സാർ, അതെ, അതാണ് പറഞ്ഞു വരുന്നത്. ലോധ കമ്മീഷനെ വെക്കുന്നത്, പിന്നീട് മാറ്റിയിട്ട് 5 അംഗ സമിതിയെ വെക്കുന്നു. പക്ഷേ ഇടനിലക്കാർക്ക് വന്നു പോകാൻ കഴിയുന്നു. രാഷ്ട്രീയ ബന്ധം അതിന് അവർക്ക് ദുരുപയോഗം ചെയ്യാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല കേട്ടോ, പക്ഷെ ദുരുപയോഗം ചെയ്യാൻ ഉള്ള സാഹചര്യം വരുന്നു. അപ്പോൾ ഇതിൽ കൃത്യമായ പരിശോധനയും നടപടിയും വരേണ്ടേ? ഇതിൽ ഇപ്പോൾ ഹവാല ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഹവാല ഇടപാട് നടന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് അന്വേഷണം നടത്തണം, കുറ്റവാളികളെ പിടികൂടണം. ആ കാര്യത്തിൽ ഞങ്ങളും കേന്ദ്രമല്ലേ ചെയ്യേണ്ടത്? നമ്മളുടെ ഹവാല ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രമാണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, കോടിയേരി പറയുകയുണ്ടായി, ഈ കള്ളക്കമ്മട്ടത്തിൽ ഈ കള്ളനോട്ടടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് രാജ്യദ്രോഹമാണ്, UAPA ചുമത്തേണ്ടതാണ്. ഞാൻ നടപടുകയാണ്. അവസാനമായി ശ്രീ PM മനോജ്, ഇത് വ്യക്തമാണ്. താങ്കളിപ്പോൾ പറഞ്ഞു ഇത് പ്ലേ ഡൗൺ ചെയ്യാൻ തുടങ്ങിയെന്ന്. അങ്ങനെ വിട്ടുകൂടാ. ഇവിടെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, ഇനി പാർലമെൻറ്റ് തിങ്കളാഴ്ച. ഇത് ഈ രൂപത്തിലുള്ളൊരു നിഷേധാത്മക സമീപനത്തിലൂടെ പൊളിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം എന്നത് വ്യക്തവുമാണ്. BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ നീക്കവും വ്യക്തമാണ്. എന്ത് ചെയ്യും? സമരം ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വിവരങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഇത് നിരന്തരം പുറത്ത് കൊണ്ടേയിരിക്കണം. അതോടൊപ്പം തന്നെ സമരം ചെയ്യണം. കേരളത്തിൽ നടത്തിയ കാര്യങ്ങൾ പുറത്തു പറയാൻ വേറെ പ്രയാസമൊന്നുമില്ല. പക്ഷേ അഖിലേന്ത്യാ വ്യാപകമായിട്ട് മാധ്യമങ്ങളിലെ ദുസ്വാധീനം, മാധ്യമങ്ങൾ ഒരു കമ്പനിയാണ് 18 മാധ്യമ സ്ഥാപനങ്ങളെ വിലക്കെടുത്തത്. അത് കോർപ്പറേറ്റ് വൽക്കരണ മാധ്യമങ്ങളുടെ പൂർണ്ണമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇവർ പ്ലേ ഡൗൺ ചെയ്യാൻ ശ്രമിക്കും, മൂടിവെക്കാൻ ശ്രമിക്കും. അതിനെതിരെ ജനകീയ ഐക്യം, ഇപ്പോൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പെല്ലാം ഉണ്ടായല്ലോ, അതുപോലത്തുള്ള ജനകീയ ഐക്യത്തിലൂടെ മാത്രമേ ഇതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.